ഇന്നത്തെ നമ്മുടെയൊക്കെ വേദന ഒരുപക്ഷെ നാളത്തെ സാക്ഷ്യവും ശക്തിയുമാകുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിഞ്ഞുകൂടാ അടുത്ത മൊമെന്റിൽ എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മെ സൃഷ്ടിച്ചവന്, നമ്മളെ പരിപാലിക്കുന്നവന് നമ്മെക്കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പദ്ധതിയുണ്ട്. ആ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം 12-ാം അധ്യായത്തില് 3-4 തിരുവചനം: രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഈ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവൻ. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ വലിയ കാരുണ്യത്തിന്റെ കൃപയുടെ മക്കളായി മാറ്റുവാൻ. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ ഇന്നത്തെ ദിവസം ജീവിക്കാൻ അനുവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.